വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മഹത്വത്തിലിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ യോഹന്നാൻ കാണുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുമ്പോൾ അവർ പലപ്പോഴും ചോദിക്കാറുണ്ട്, മരിച്ച് രക്തമൊലിപ്പിച്ച് ക്രൂശിന്മേൽ കിടക്കുന്ന മരിച്ചവനായ ആ ദൈവം എങ്ങനെയാണ് നമ്മെ രക്ഷിക്കുന്നതെന്ന്. അവർ കണ്ടിട്ടുള്ള ചിത്രങ്ങളിൽ, അവരുടെ ഭാവനയിൽ രക്തമൊലിപ്പിച്ച് ദയനീയ അവസ്ഥയിൽ മരിച്ചവനായ ഒരു ദൈവത്തെയാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ ഇതാ ഇവിടെ യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിനെ മഹത്വത്തിൽ കാണുകയാണ്. 7 നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ചയണിഞ്ഞ് മഹത്വത്തിൽ ഇരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു 3 ആണികളിന്മേൽ തൂക്കപ്പെട്ട് മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് അവിടം കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം തീരുകയായിരുന്നില്ല. 3-ാം നാൾ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മാത്രമല്ല, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരയ്ക്കും ജീവിച്ചിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന് എഴുതുകയാണ്. യാക്കോബിനും അപ്പസ്തോലന്മാർക്കും പ്രത്യക്ഷനായതുപോലെ പൗലോസിൻ്റെ മുമ്പിലും കർത്താവായ യേശുക്രിസ്തു വീണ്ടും എത്തുന്നുണ്ട്. ഇന്നും കർത്താവായ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട അനേകർ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു. അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് അവസാനിച്ച ഒരു ദൈവമല്ല. അവൻ കല്ലറകളെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്ത് ഇപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ തന്നെ ഇപ്പോഴും ആയിരിക്കുന്നു. ദൈവവചനം അത് നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ വീണ്ടും വരും. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നത് പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ഭാഗ്യം ലഭിച്ച നാം ഓരോരുത്തരും അവൻ്റെ വചനത്തിൽ കൂടുതൽ വളരാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രത്യാശയോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കാം.